ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി തിരുവനന്തപുരം ജില്ലാ കളക്ടർ. കൊട്ടിക്കലാശം സമാധാനപരമായി മാത്രം നടത്തണമെന്ന് വരണാധികാരിയായ കളക്ടർ. നിയമാനുസൃത അനുമതി ലഭ്യമായ വാഹനങ്ങൾ മാത്രമേ കൊട്ടിക്കലാശ പ്രചരണത്തിന് ഉപയോഗിക്കുവാൻ പാടുള്ളൂവെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരസ്യപ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ തിരുവനന്തപുരം ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചത്. ജില്ലയിലെ പേരൂർക്കട, തിരുമല, വട്ടിയൂർക്കാവ്, കിഴക്കേക്കോട്ട, വിഴിഞ്ഞം, പാപ്പനംകോട്, ശ്രീകാര്യം, കഴക്കൂട്ടം, കല്ലിയൂർ, ഭീമാപ്പള്ളി, പൂന്തുറ, നെയ്യാറ്റിൻകര ടൗൺ, ആറ്റിങ്ങൽ, കച്ചേരിനട, കിളിമാനൂർ, വിതുര, വർക്കല മൈതാനം, പാറശാല, ഉദിയംകുളങ്ങര, വെഞ്ഞാറമൂട്, വെള്ളറട ജംഗ്ഷൻ, കാട്ടാക്കട ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് പരസ്യപ്രചാരണത്തിന്റെ അവസാനം കുറിക്കുന്ന കൊട്ടിക്കലാശത്തിന്റെ പ്രധാന വേദികൾ. കൊട്ടിക്കലാശം സമാധാനപരമായി മാത്രം നടത്തണം. വൈകുന്നേരം 6 മണിക്ക് കൊട്ടിക്കലാശം അവസാനിപ്പിക്കണം. പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കരുത്. അനുവദനീയമായ ശബ്ദപരിധിയിൽ കവിഞ്ഞ ശബ്ദത്തിൽ മൈക്ക് അനൗൺസ്മെന്റ് നടത്തുന്നത് എന്നിവ ഒഴിവാക്കേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട്. കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് വിദ്വേഷം സൃഷ്ടിക്കുന്നതോ വർഗീയ സംഘർഷത്തിനിടയാക്കുന്നതോ ആയ യാതൊരു പ്രവർത്തനവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. എതിർ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം തടസ്സപ്പെടുത്തുന്ന തരത്തിലോ പ്രകോപനപരമായ രീതിയിലോ സ്ഥാനാർത്ഥികളോ അവരുടെ പ്രവർത്തകരോ പെരുമാറാനും പാടില്ല. സ്ഥാനാർത്ഥികളുടെ വ്യക്തിജീവിതത്തെ ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ പാടില്ല. പൊതുമുതലിന് നാശം വരുത്തുന്ന രീതിയിൽ പ്രകടനങ്ങൾ അതിരുവിടുന്ന പക്ഷം നിയമ നടപടി സ്വീകരിക്കുന്നതാണെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ അറിയിച്ചു. ജനം, തിരുവനന്തപുരം.